നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് വരാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്ക് വേണ്ടേ ആചാരപരമായിട്ടുള്ള ഒരു ഗംഭീര സ്വീകരണം ആണ് നമ്മൾ dance, സാധാരണ അങ്ങനത്തെ ഒരു സംഭവത്തിലല്ലേ അതെ, വരേണ്ടത്. ഞാൻ തന്നെ ചില സമയത്ത് ഡാൻസ് വെച്ചോണ്ടാണ് വരുന്നത്. പക്ഷെ ഇദ്ദേഹം എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ഞാൻ വന്നോളാം എന്നുള്ള. അപ്പൊ നമ്മൾ അവരുടെ ഇതും കൂടെ നോക്കണമല്ലോ, കാരണം നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ശരി, അങ്ങനെ പറഞ്ഞു തന്നാ. അല്ലെ? അപ്പൊ എന്തായാലും പ്രേക്ഷകരെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ആഡംബര പരിപാടികൾ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് വിനയ കുലിതനായി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിനെ. അല്ലെ? സാധാരണയിൽ സാധാരണ എൻട്രി മാത്രം ആഗ്രഹിച്ച് എപ്പോഴും സ്നേഹം മാത്രം നൽകുന്ന ആ വ്യക്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. അയ്യോ, ഇതെന്നാ ഇത്? എന്നാലും ഒരു ക്ലാപ്പ് കൊടുത്തേക്കാം. വെടിയും പോയാണല്ലോ. उल्लू को पट्टे बदतमीज आपको मुखर इस तरीके कौन बनाया आपको? भैया क्या हाल बना रखा है आपको? कितना पैसा दे आपको? इतने देर ऊपर गए वापस आकर आपका चक्कर. भैया एक മനുഷ്യൻ അങ്ങ് ഇരിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ ചോദിക്കാൻ എല്ലാം തോലിച്ചു നശിപ്പിച്ചു നീയൊക്കെ. ഗ്രൂപ്പിട്ട് ആളാകാൻ വന്ന ആളാണ് ഇപ്പൊ പൊളിഞ്ഞില്ലാണ്ടായി നിൽക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ വന്ന് നിന്ന ശേഷം തിരിയുന്നതാണ് വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിന് മുമ്പ് ഇവൻ തിരിഞ്ഞ് ഇവന്റെ മുഖം പ്രേക്ഷകരെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ പൊളിഞ്ഞു പോയില്ലേ? ഈ പൂത്തിരിയുടെ പൈസയും വള്ളിയുടെ പൈസയും ഒക്കെ വേസ്റ്റ് ആയില്ലേ? അല്ല മിസ്റ്റർ പിഷു, ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടെ, നിങ്ങൾ സിമ്പിൾ ആയിട്ട് വരുന്ന എന്നോടും പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. സൂപ്പർമാൻ വരുന്ന പോലെ ആയി പോയില്ലേ ഇത്? നിങ്ങളിപ്പോ ഇത്ര ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് അത് തുടക്കത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വിഷമം നമുക്ക് റീടേക്ക് എടുക്കാം. ഇവരിത് ട്രെയിലറിലൊക്കെ ഇടും. ഇല്ല, അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അനുചേട്ടാ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒന്നും കൂടെ അത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകൂടെ എടുക്കുവാണെങ്കിൽ റെഡിയാണ്. ഒന്നുകൂടെ എടുക്കുവാണെങ്കിൽ റെഡിയാ. ഇതിപ്പോ എങ്ങനെ ചേട്ടൻ? അല്ല ഒറിജിനൽ ആയിട്ട് വേണ്ട, റീടേക്ക് വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഇതുവരെയുള്ള പോർഷൻ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. നിങ്ങൾ രമേശ് പിഷാരടി എന്ന് പറയുമ്പോ ഞാൻ വളരെ സൗമ്യനായിട്ട് വന്ന് അത് മതി, അത്ര മതി. ഒരു സംശയമുണ്ട്, എല്ലാ സ്റ്റേജിലും ഇയാളെ ഇപ്പൊ കൊണ്ടുപോകാറുണ്ടോ അതോ ആദ്യത്തെ സ്റ്റേജാണ് ഇപ്പൊ പൊളിഞ്ഞത്? പരിപാടി പൊളിഞ്ഞാൽ ഇവനെ വിട്ടുകൊടുക്കാറുണ്ട്. തുടക്കത്തിലെ പൊളിയാറില്ല ഇതുപോലെ. നല്ല പൈസ കിട്ടുമായിരിക്കും അല്ലേ? ബാക്കി അങ്ങോട്ട് കൊടുക്കുക. ഇനി ഇവന് കൊടുക്കുന്നത്. अब तो मेरा पूरा एपिसोड का इंट्रोडक्शन की बर्बाद कर दिया. जाओ. അവർ കാര്യം ചെയ്യ്, ആട്ടിന്റെ ആരെങ്കിലും അഴിച്ചു വിട്ടേക്ക്, കാര്യം കഴിഞ്ഞല്ലോ. അഴിച്ചൊന്നും വിടണ്ട, അവന് കാശ് കൊടുത്താ വലിച്ചു പൊക്കി വെച്ചാൽ മതി. ആവശ്യം കഴിയുമ്പോ ഇറക്കി വിടാം. വലിച്ചു വെച്ചോ. പോട്ടെ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇതുപോലെ എയറിലാവാറുണ്ടോ? എപ്പോഴും പറ്റാറില്ല. അതിന്റെ ഡോറിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ടിനിറ്റോ ഇടിച്ചു നിൽക്കുക. പോവാൻ സ്ഥലം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയാലേ കയറി പോകാൻ പറ്റുള്ളൂ. എല്ലാ ആഴ്ചയും പുള്ളി തന്നെ അത് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് അതായിരുന്നു ആദ്യം പറഞ്ഞത്. ആങ്കർ അത് പറഞ്ഞില്ല, പേയ്മെന്റ് കിട്ടത്തില്ല എനിക്ക്. ഞാൻ കോമഡി മാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് എൻട്രി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫൺസ് അപ്പോൺ എ ടൈം ഒരു വശത്ത് തകൃതിയായിട്ട് നടക്കുന്നു. ഫൺസ് അപ്പോൺ എ ടൈം ഒരു 4 വർഷത്തോളം വളരെ വിജയകരമായിട്ട് നമ്മൾ മലയാളത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ എന്നുള്ള പേര് തുടങ്ങി. അത് അമൃതയാണ് തുടങ്ങിയത്. അതിനുള്ള ചങ്കൂറ്റം കാണിച്ചത് അതിന് വേണമായിരുന്നു. കാരണം പലരും നോക്കിയിട്ട് പറ്റാത്ത പരിപാടിയായിരുന്നു. അതിപ്പം അവസാനിച്ചു. നമ്മൾ കോമഡി മാസ്റ്റേഴ്സ് വീണ്ടും ഫുൾ ശക്തിയായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം അതിലുള്ള ആൾക്കാർ 1-2 പേരൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ പ്രതീക്ഷിക്കാൻ ഇനി പ്രതീക്ഷിക്കാം. അത് മതി. എന്തൊരു വിഷമം. വേറൊരു കാര്യം, എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ. എല്ലാ എപ്പിസോഡിലും ആ ബംഗാളിയെ കൊണ്ടുവരണം. അവൻ ഇനി വരുമോ നിർത്തില്ല. അവൻ വരണ്ട, അവിടെ ഇരിക്കട്ടെ. അവൻ വിട് അത് പോട്ടെ.